നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കോവിഡ് ബാധിച്ച് ഖത്തറിൽ കഴിഞ്ഞ ദിവസം 2 മരണം സ്ഥിരീകരിച്ചു. ഇതോടൊപ്പം മുൻ ദിവസങ്ങളേക്കാൾ രോഗികളുടെ എണ്ണവും വർദ്ധിച്ചിരിക്കുകയാണ്. 24 മണിക്കൂറിനിടെ 158 പേർക്കാണ് രോഗം ബാധിച്ചത്. 85 പേർ രോഗമുക്തരായി. 89 പേർക്ക് സമൂഹ വ്യാപനത്തിലൂടെയാണ് രോഗബാധ. 69 പേർ വിദേശങ്ങളിൽ നിന്നെത്തിയവരാണ്. 38ഉം 75ഉം വയസ്സുള്ളവരാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. ഇതോടെ രാജ്യത്തെ ആകെ കോവിഡ് മരണങ്ങളുടെ എണ്ണം 596 1560 പേരാണ് നിലവിൽ കോവിഡ് ബാധിതരായുള്ളത്. കുവൈറ്റിൽ ആശ്വാസത്തിന്റെ കോവിഡ് കണക്കുകൾ. പ്രതിദിന മരണം തുടർച്ചയായ 3-ാം ദിവസവും കുറഞ്ഞ് 20-ൽ താഴെയെത്തി. 17 പേരാണ് മരിച്ചത്. ജൂൺ 14-ന് ശേഷം ഇതാദ്യമായാണ് മരണസംഖ്യയിൽ ഇത്ര കുറവുണ്ടാകുന്നത്. 3386 പേരാണ് ഇതുവരെ മരിച്ചതെന്നും ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. 1675 പേരാണ് പുതുതായി രോഗബാധിതരായത്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പ്രതിദിന യാത്രക്കാരുടെ പരിധി 5000-ആയി ഉയർത്തി. നേരത്തെ ഇത് 3500 ആയിരുന്നു. വ്യോമയാന വകുപ്പിന്റെ സർക്കുലർ കഴിഞ്ഞ ദിവസം മുതൽ പ്രാബല്യത്തിലുണ്ട്. ഒരു ദിവസം 67 വിമാനങ്ങൾക്ക് സർവീസ് നടത്താനുള്ള അനുമതി നൽകിയിട്ടുണ്ടെന്ന് വ്യോമയാന വകുപ്പ് മേധാവി യൂസുഫ് അൽ ഫൗസാൻ പറഞ്ഞു. ഓഗസ്റ്റ് 1 മുതലാണ് വിദേശികൾക്ക് കുവൈറ്റിലേക്ക് പ്രവേശനം അനുവദിക്കുക. സാധുവായ കാമയുള്ളവരും കുവൈറ്റ് അംഗീകരിച്ച വാക്സിന്റെ 2 ഡോസുകൾ സ്വീകരിച്ചവരുമാകണം. ഒമാനിൽ ബലിപ്പെരുന്നാൾ അവധി ദിവസങ്ങളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്താൻ ചൊവ്വാഴ്ച ചേർന്ന സുപ്രീം കമ്മിറ്റി യോഗം തീരുമാനിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ദുൽഹജ്ജ് 10 മുതൽ 12 വരെയുള്ള 3 ദിവസമായിരിക്കും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ. ഈ ദിവസങ്ങളിൽ വാണിജ്യ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കും. മുസന്തം ഗവർണറേറ്റിനെ സഞ്ചാരവിലക്കിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളുടെ അടച്ചിടലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ദുബായിൽ ജബൽ അലി തുറമുഖത്ത് വൻ തീപിടുത്തം. ഇവിടെ നങ്കൂരമിട്ടിരുന്ന കണ്ടെയ്നർ കപ്പലിലാണ് തീ പടർന്നത്. ബുധനാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയതായും സംഭവത്തിൽ ആളപായമില്ലെന്നും ദുബായ് മീഡിയ ഓഫീസ് അറിയിച്ചു. തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന കപ്പലിലുണ്ടായിരുന്ന കണ്ടെയ്നറിൽ സ്ഫോടനമുണ്ടാകുകയും തീ പടർന്നതെന്നുമാണ് റിപ്പോർട്ട്. കപ്പലിലുണ്ടായിരുന്ന 14 ജീവനക്കാരെയും രക്ഷപ്പെടുത്തി. കപ്പലിലുണ്ടായിരുന്ന 130 കണ്ടെയ്നറുകളിൽ 3 എണ്ണത്തിൽ തീപിടിക്കാവുന്ന വസ്തുക്കളായിരുന്നുവെന്ന് ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ അബ്ദുള്ള ഖലീഫ അൽമാരി വ്യക്തമാക്കി. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ 2ാമത്തെ രാഷ്ട്രമായി UAE. 2021-ലെ സാഹചര്യങ്ങൾ അടിസ്ഥാനമാക്കി ഗ്ലോബൽ ഫിനാൻസ് മാഗസിനാണ് പട്ടിക തയ്യാറാക്കിയത്. 132 രാജ്യങ്ങളിൽ നിന്നാണ് അറബ് രാജ്യം ഈ നേട്ടം കൈവരിച്ചത്. മറ്റൊരു അറബ് രാജ്യമായ ഖത്തറാണ് 3-ാം സ്ഥാനത്ത്. യുദ്ധം, വ്യക്തിസുരക്ഷ, പ്രകൃതി ദുരന്തം എന്നിവ അടിസ്ഥാനമാക്കിയാണ് മാഗസിൻ പഠനം നടത്തിയത്. കോവിഡ് കൈകാര്യം ചെയ്ത രീതിയും പരിശോധിക്കപ്പെട്ടു. ലോകത്ത് നിലവിൽ വാക്സിൻ വിതരണത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് UAE. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോവിഡ് വാക്സിൻ സ്വീകരിച്ച പൗരന്മാരുടെയും പ്രവാസികളുടെയും സർട്ടിഫിക്കറ്റ് പരിശോധിക്കുന്നതിനായി കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം സാങ്കേതിക സമിതി രൂപീകരിച്ചു. വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റുകളുടെ ആധികാരികത പരിശോധിച്ച് അംഗീകാരം നൽകുകയാണ് സമിതിയുടെ ചുമതല. ഒമാനിലേക്കുള്ള യാത്രാവിലക്ക് നീളും. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രാവിലക്ക് തുടരും എന്ന് സുപ്രീം കമ്മിറ്റി അറിയിച്ചു. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്രാവിലക്ക് തുടരും എന്നാണ് സുപ്രീം കമ്മിറ്റി വ്യക്തമാക്കിയത്. നിരവധി പ്രവാസികൾ ഒമാനിലേക്ക് പോകുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. കോവിഡ് നിയന്ത്രിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ ഒമാൻ അധികൃതർ എത്തുന്നത്. ഖത്തറിൽ കോവിഡ് നിയന്ത്രണങ്ങൾ നീക്കുന്നതിന്റെ ഭാഗമായുള്ള 3ാം ഘട്ട ഇളവുകൾ പ്രഖ്യാപിച്ചു. ബാർബർ ഷോപ്പുകൾ, ജിംനേഷ്യങ്ങൾ, സ്വകാര്യ വിദ്യാഭ്യാസ ട്രെയിനിംഗ് സെന്ററുകൾ, ദോഹ മെട്രോ തുടങ്ങിയവയുടെ പ്രവർത്തനശേഷി 50% കൂട്ടും. പൊതുസ്ഥലങ്ങളിൽ 15 പേർക്ക് വരെ ഒത്തുചേരാം. സ്വകാര്യ ആരോഗ്യ പരിചരണ കേന്ദ്രങ്ങൾക്ക് 100% ശേഷിയോടെ പ്രവർത്തിക്കാനും അനുമതി നൽകി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.